ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. കുറച്ച് താമസിച്ചു എന്നറിയാം, എങ്കിലും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെ വകയായിട്ട് ഈദാശംസകൾ. ഈദിൻ്റെ തലേ ദിവസവും പിറ്റേന്നുമായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇക്ക നാട്ടിൽ നിന്നപ്പോഴും ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ച് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതിന് പുഡിങ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പോഴും നമ്മളിന്ന് ചക്ക പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും എൻ്റേതായ രീതിയിൽ ചെയ്യുന്നത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ചക്കച്ചുള കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണം, അതുകൂടി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് തിക്കായി കിട്ടുന്നതിനായിട്ട് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ലെയറായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അതായത് ഒന്നിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ഈ തേങ്ങാപ്പാലിൻ്റെ ലെയർ ഒന്നും പിന്നെ ചക്ക വെച്ചിട്ടുള്ളത് അതിൻ്റെ പുറത്തുമായിട്ടാണ് 2 രീതിയിലാണ് പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് ചൈന ഗ്രാസ്, ജലാറ്റിൻ എന്ത് വേണമെങ്കിലും പുഡിങ് സെറ്റാക്കുന്നതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായിട്ട് കുറുകി വരും. നല്ലതുപോലെ കുറുകിയതിന് ശേഷം നമ്മളിതൊരു ഏത് ട്രെയിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലിരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടിത് സെറ്റാവും. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് അടുത്ത ലെയർ, അതായത് ചക്കയുടെ ആ ഒരു സംഭവം റെഡിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെക്കുമ്പോൾ തന്നെ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ചൈന ഗ്രാസും ജലാറ്റിനും ഒക്കെ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഡിങ് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാനിനകത്തോട്ട് ആ ചക്ക പേസ്റ്റാക്കി വെച്ചിരുന്നല്ലോ അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്കയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വെള്ളം വന്നിട്ട് ചക്ക നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അടുപ്പിൽ വെച്ച് കൊടുത്ത് കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതേസമയം ഞാൻ പാല് ഒരു സൈഡിലോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല, പിരിയും. പിന്നെ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം പൊട്ടിച്ചതിൻ്റെ പകുതി നമ്മൾ മറ്റേതിനകത്ത് ചേർത്ത് ബാക്കി കുറച്ച് ഞാൻ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ചൂടാക്കിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകും. സാധാരണ അങ്ങനെയാണ്, പക്ഷേ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒന്നും പറ്റത്തില്ല. പാലൊഴിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 2 സ്പൂൺ കോൺഫ്ലോറും കൂടെ ഞാൻ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് പേസ്റ്റ് രൂപത്തിലോട്ട് വരും. ആ ഒരു ടൈം വരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. നല്ലൊരു ചക്കയുടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ്. നിങ്ങൾക്ക് കളർ വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോക്കനട്ടിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് സെറ്റായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചൂടാറി വരുമ്പോഴത്തേക്ക് സെറ്റായി കിട്ടും. പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാനാണെങ്കിൽ ഒരു ചക്കച്ചോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഐസ്ക്രീം, ചക്കയുടെയൊക്കെ ഒരു ഐസ്ക്രീം തിന്നുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു ഇത്. എല്ലാവർക്കും എനിക്കൊന്ന് ഇന്ന് ഈ പെരുന്നാളിൻ്റെ ആ ദിവസം കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത പുഡിങ് എന്താണെന്ന് നോക്കാം. ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റും ബട്ടറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബട്ടർ ചോക്ലേറ്റ് പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഈസിയാണ്, പക്ഷേ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. ഞാനിവിടെ മിക്കപ്പോഴും മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാറുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വേണം. ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ 6 സ്ലൈസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതൊരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം പാൻ എടുക്കുക. അതിലേക്ക് ഇതുപോലെ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ വളരെ മൈൽഡായിട്ടുള്ള കോഫി പൗഡർ ഉണ്ടല്ലോ, ഒരുപാട് ചുവയില്ലാത്ത കോഫി പൗഡർ എടുക്കുക. എടുത്തതിന് ശേഷം 1/2 സ്പൂൺ
വളരെ കുറച്ച് മാത്രം ആ പാലിനകത്ത് ആ ഒരു കോഫിയുടെ ടേസ്റ്റ് കിട്ടുന്നതിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. നേരത്തെ ഇരുന്ന ആ ഒരു ടിന്നുണ്ടല്ലോ അത് തീർന്നായിരുന്നു. പിന്നെ ഞാൻ പുതിയത് പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് മധുരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇനി ഞാൻ ആ പാലൊന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് ഉപ്പില്ലാത്ത ബട്ടർ ഉണ്ടല്ലോ അത് ഒരു സ്ലൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഒരു ചോക്ലേറ്റ് ബട്ടർ പുഡിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ആ രീതിയിലുള്ള പുഡിങ്ങാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ ഒരു ക്രീമി രീതിയിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് 2 സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് എല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് ആ ബ്രെഡ് അലിഞ്ഞ് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടിത് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാണ്ട പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോവേവ് ചെയ്തെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചോക്ലേറ്റ് മെൽറ്റായി കിട്ടിയാൽ മതി. ഇതിനിടയിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കുട്ടുവിനോട് പിന്നെ വിപ്പിംഗ് ക്രീം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ സാധാ ഈ അൽമറായുടെ ക്രീം ഉണ്ടല്ലോ അതാണെങ്കിൽ എത്ര വിപ്പ് ചെയ്താലും റെഡിയാവാത്തൊരു സംഭവമാണ്. ഞാനാണെങ്കിൽ അവനിങ്ങ് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് കാണുന്നത്. അങ്ങനെ വിപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ഇത് പുക്കിൻ്റെ ക്രീമാട്ടോ, അൽമറായുടെയും ശരിക്കും അത് തന്നെയാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ക്രീമുകളൊന്നും കൊള്ളത്തില്ല. അപ്പോൾ അവനോടൊന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവന് വയ്യാന്ന് പറഞ്ഞ്. നോമ്പല്ലേ പിന്നിട്ട് ഓടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു എന്താ പറയുന്നത്, നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തേക്കുന്ന ലെയർ കഴിഞ്ഞിട്ട് രണ്ടാമത് നമുക്ക് ശരിക്കും ക്രീം വിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് ഈ ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴെനിക്കത് നടക്കാതെ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു വിഷമമായിപ്പോയി. ആ ഒരു വിപ്പ് ചെയ്ത് ക്രീം അതിനകത്ത് ഒഴിച്ച് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ക്രീം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്താൽ മൊത്തം അത് പരതിപ്പോവും. അതുകൊണ്ട് ഞാനതവിടെ മാറ്റി വെച്ചിട്ട് ദാണ്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോ സ്കൂപ്പ് എടുക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പുറത്ത് ഞാൻ റഫല്ലോടെ മിഠായി ഉണ്ടായിരുന്നു, അതുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ക്രീം എന്ത് ചെയ്യും, എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇതിന് ഉപയോഗമില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് മാംഗോ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. അങ്ങനെ 2 മാംഗോ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് അടിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങായിരുന്നു കേട്ടോ. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നീട് നമ്മൾ പിന്നെ ആ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതുകൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അത് കുറച്ച് അധികം എടുത്തിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് വരുമെന്ന്. കാരണം ക്രീമും ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ മൊത്തത്തിൽ മാങ്ങയുടെ ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാങ്ങയ്ക്ക് കുറച്ചൊരു പുളിയുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടെ. ഇവിടെ ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് ഇക്കായ്ക്ക് കൊടുത്ത്. അപ്പോൾ ഇക്കാനോട് ചോദിക്കുന്നത് എന്തൊരു സ്പെഷ്യൽ സാധനമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന്. ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ആ ക്രീം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം 3 സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്നത് നോമ്പ് തുറക്കാനുള്ള സമയം അടുത്ത് വരുന്നു. അപ്പോഴും ഞാൻ കുറച്ച് എന്താ പറയുന്നത് ബോണ്ട എന്തതിന് പറയുന്ന മൈദ വെച്ചിട്ടുള്ള അതാണ് ഉണ്ടാക്കുന്നത്. അതിവിടെ ഇക്കായ്ക്ക് ബീഫ് കറി മട്ടൻ കറി അതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ കുറച്ച് പപ്സ് ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് വെച്ച് ഇത് ഷമാമാണ് കേട്ടോ. കുറേ നാളാവുന്നു ഇവിടെ ഷമാമ് വാങ്ങിച്ചിട്ട്.
അപ്പോഴിതാണ്ട് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്നത് കാത്തിരിക്കുക. ടേബിളിൻ്റെ പുറം ശരിക്കും പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞ് ഓരോ സാധനങ്ങൾ, കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എന്തായാലും പോകാറാകുമ്പോഴത്തേക്കിനി എല്ലാം കാലിയാക്കണം ഫ്രിഡ്ജൊക്കെ. അങ്ങനെ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ അവസാനം എന്തായാലും ബാങ്ക് വിളിച്ച് നോമ്പ് തുറക്കുകയാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ക്ഷീണമായിരുന്നു. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയത്തേക്ക് യാതൊരു ബന്ധമില്ലായിരുന്നു, ഭൂമിയായിട്ടൊരു ബന്ധമില്ല. അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക എന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പെരുന്നാൾ ദിവസം രാവിലെ ദാണ്ട് ധൃതി വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത്. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇന്നത്തെ നിസ്കാരം നീങ്ങത്തില്ല. കാരണം മദീനത്തെ പള്ളിയിൽ നമസ്കാരത്തിന് ടൈം മാറിയതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ നിസ്കാരം നടക്കുമെന്നുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ ദാണ്ട് അവിടെ എത്തി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഞാൻ ഷെബുവിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ആ പള്ളിയുടെ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു രസം തന്നെ കാണാൻ. لا إله إلا الله الله أكبر الله أكبر ولله وكبروا الله تعالى إذ هداكم واشكروه على ഓട്ടോക്കെ ആയി വന്നേ എന്നോട് പറഞ്ഞു 2 പ്രാവശ്യം ബാപ്പിനെ കാണണം, പക്ഷെ അപ്പൊ വണ്ടി ഉണ്ടായില്ല. ഫോട്ടോ എടുക്കാൻ പോന്നാ ആന്നാ? എവിടെ പോന്ന ഫോട്ടോ എടുക്കാൻ? എനിക്ക് വയ്യ. മൈലാഞ്ചി കാണിച്ച്, ഏത് കാണിച്ചു മൈലാഞ്ചി? സൂപ്പർ. ഒരു ഈദ് മുബാറക്ക് പറഞ്ഞേ, അത് പറഞ്ഞേ ഈദ് മുബാറക്ക്. പള്ളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴോ കറണ്ടില്ല. ഈ ഫ്ലാറ്റിലും തൊട്ടടുത്ത ഫ്ലാറ്റിലും ഒന്നും കറണ്ടില്ല. ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. സാമ്പാറും ദോശയും ഒക്കെയാണ്. ഇത് തലേ ദിവസത്തെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ചായക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പൊതുവേ ദമാമിൽ ചൂട് കൂടുമ്പോൾ ഒരു തരം എന്താ പറയുന്നത്, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് നമുക്ക്. അതെല്ലാ വർഷവും അങ്ങനെ തന്നെ. പക്ഷേ ഈ വർഷത്തെ ചൂട് അത് എത്രയാണെന്ന് നമുക്ക് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകിച്ച് ചൂട് കൂടുതലായിരുന്നു. ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് എല്ലാ പെരുന്നാളിനും, അത് ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും എല്ലാ വർഷവും നമുക്ക് കൊണ്ടുതരുന്ന അലുവയാണ് കേട്ടോ. ഇത് ഒമാനി അലുവയെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് ഒമാനിലെ ഒന്നുമല്ല, ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്നതാണ്. അവർ സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടുതരുന്ന കേട്ടോ. എന്താ ഇതിൻ്റെ ടേസ്റ്റ്! ഇതാ നിങ്ങളൊന്ന് വാങ്ങി നോക്കണം. ഈ സെൻട്രൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എവിടെയോ ആണ്. എന്താ പറയുന്നത്, ചൂടോടെ ഇതിപ്പോൾ കൊണ്ടു തന്നേക്കുന്ന ചൂടോടാണ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് കുറച്ചങ്ങ് കഴിച്ച്. പിന്നെ ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. അന്ന് നഖത്തിനകത്ത് ബ്ലാക്ക് ഹെന്ന ഉണ്ടല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ടുള്ളൂ, ടൈം കിട്ടിയിട്ടില്ലായിരുന്നു ഇടാൻ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും നന്നായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ പരിപാടികളെല്ലാം. ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഷെബു, വസി, ബാക്കിയുള്ള എല്ലാ ഫാമിലിയും ഒരുമിച്ച് ഇന്ന് ഞങ്ങൾ അവിടെയാണ് കൂടുന്നത്, വില്ലയിലാണ് കൂടുന്നത്. അപ്പോൾ അതാണ്ട് അവിടോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആകെ കൂടെ ഒരു ബഹളമാണ്. കുറേ പരിപാടി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം ഈ ഒരു ചൂട് തന്നെ. ചൂട് നമ്മളെ പുറകോട്ട് വലിക്കുമായിരുന്നു. ടയേർഡാകും, വേണ്ടാന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ ഫാമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും എക്സ്ട്രാ പൈസ, അപ്പം അത് നമ്മൾ ഒഴിവാക്കി. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ചങ്ങായിട്ട് മുന്നേ വണ്ടി പഞ്ചറായി ഈദ് മുബാറക്ക്.
ഇതെന്തോ തലേദിവസം നമ്മൾ മട്ടൻ വാങ്ങിയിട്ട് ഒരിടത്ത് കൊടുത്ത് ചെയ്യിച്ചെടുത്തത് കേട്ടോ. നല്ല മട്ടൻ മന്തിയായിരുന്നു. എല്ലാവരും ഒരുപോലെ പറഞ്ഞ് മട്ടൻ മന്തി മതിയെന്ന്, അതുകൊണ്ട് മട്ടൻ മന്തിയായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സലാഡ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആടിൻ്റെ തലയിരിക്കുന്നത് കണ്ടോ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ, സാധാരണ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാനും കുട്ടും ഇക്കായും ഒക്കെ ഉള്ളു, മോളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും, പിന്നെ കയറി കിടന്ന് ഉറങ്ങും, പിന്നെ ഒരു സുഖമില്ലാഴികയാണ് കേട്ടോ. പെരുന്നാൾ എനിക്ക് തോന്നുന്നു എപ്പോഴും നാട്ടിൽ തന്നെ നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴിങ്ങനെ കഴിക്കുക, ഉറങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും മാളിൽ പോവുക. ഈ ക്ലൈമറ്റും കൂടെ ഒട്ടും ശരിയല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു സുഖമില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നെങ്കിലും അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഈ ഹാളിൽ തന്നെ 2 AC ഇട്ടിട്ട് പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് പിന്നെ പുഴുക്കലെന്ന് പറയത്തില്ലേ, പുഴുക്കലായിരുന്നു അങ്ങ്. ഫോട്ടോ ഒക്കെ ഇതിനിടയിൽ എപ്പോഴൊക്കെയോ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്ലൂ കളർ പെരുന്നാൾ ഡ്രസ്സ്, ചെറിയ പെരുന്നാളിന് എടുത്ത ആ ഒരു ചുരിദാറായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. ഇച്ചിരി താമസിച്ചു വന്നെന്നും പറഞ്ഞ് ഇസൈസ് പോരി ചെയ്യേണ്ട കാര്യമുണ്ട്. വില്ലയിൽ ഒരുപാട് സാധനങ്ങൾ ഇത്തവണ അവർ പിന്നെന്താ പറയുന്നത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കപ്പയൊക്കെ ഉണ്ട്. പിന്നെ ആ നിൽക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് വരാറായിട്ടുണ്ട്. പഴുത്ത് പിച്ചുന്ന സമയത്ത് എന്തായാലും വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചക്ക നീ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാനേടി. ഇതൊരു ബട്ടർ ടോഫി പുഡിംഗ്. ചക്കയാ തോണ്ടിയത് കൊണ്ടാ തോണ്ടിയത് ഞാൻ സൈഡ് സൈഡ് വെച്ച് കൊടുക്കും. ആ ഒരു പുഡിങ്ങിന്റെ ടെക്സ്ചർ അങ്ങനെ, അതാണ് നമ്മൾ കോരി നമുക്ക് എടുക്കാൻ പറ്റും. ഇതും കോരാനേ പറ്റും. ഷെറിനെ എങ്ങനുണ്ട് എല്ലാത്തിനും ടേസ്റ്റ് ഒക്കെ? ഏതാ ഇഷ്ടപ്പെട്ടെ? മാംഗോ സാഗോ, ചക്ക ഇഷ്ടപ്പെട്ട? ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട്? സുബേർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് പുഡിംഗ് ഇഷ്ടമല്ല? അൻവറെ ഏതാ ഇഷ്ടപ്പെട്ട? ഏത്? ഒന്ന് ചക്ക സൂപ്പർ ആയിട്ടുണ്ട്. ചക്ക ഓക്കെ. ചക്കയും ചക്ക നല്ല ഫ്രഷ്. നിങ്ങൾക്ക് തന്ന ചക്ക ഇല്ലയോ? ചക്കയുടെ അല്ല, നിങ്ങൾക്ക് തന്ന ചക്ക ഇല്ലയോ? അതിനകത്തെയാ ഞാൻ കുറച്ച് വെച്ചിരുന്നതാ. ഏതാ ഇഷ്ടപ്പെട്ടെ? ചക്ക അടിപൊളിയായിട്ടുണ്ടല്ലേ. ഏതാ ഇമ്മക്കൂട്ടി ഇഷ്ടമായ ചക്ക? ആദൂന് ഏതാ ഇഷ്ടപ്പെട്ടെ? ഏതാ നുന്നായിക്ക് ഇഷ്ടമായ? ചോക്ലേറ്റ്. നിനക്കാ? ചക്ക അടിപൊളിയായിരുന്നു. ഏതാ ഇഷ്ടപ്പെട്ടെ? ഏതാ ഒട്ടും ഇഷ്ടം? മാംഗോ സാഗോ. രാത്രി ആയപ്പോഴത്തേക്ക് മിട്ടുവിനും ഇമ്മൂനും ബർഗർ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഇക്കായുമായിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങിയത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.